സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷം തന്നെയാണ്. പലവട്ടം ഇത് അധികൃതരെ അറിയിച്ചിട്ട് പോലും യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇതിലൊക്കെ തന്നെ വലയുന്നത് രോഗികളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മരുന്ന് വിതരണം നിലച്ചിരിക്കുന്നു. ആശുപത്രിയിൽ മാസങ്ങളായി കുടിശ്ശിക വന്നതോടെ വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാരിൽ നിന്ന് 180 കോടിയിലധികം രൂപയാണ് മെഡിക്കൽ കോളേജിന് കിട്ടാനുള്ളത്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. എന്തായാലും അനാരോഗ്യ കേരളമായിട്ട് വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ തന്നെയാണ്. സർക്കാർ ആശുപത്രികളിൽ പോലും മരുന്ന് ലഭ്യമായി അല്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അതേ രജനി, ആരോഗ്യ കേരളം എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഈ രോഗികൾക്ക് അവരുടെ മരുന്ന് വിതരണം യഥാസമയം നൽകാൻ സാധിക്കുന്നില്ല സർക്കാരിന് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കഴിഞ്ഞ 8 മാസമായിട്ട് അവരുടെ കുടിശ്ശിക അല്ലെങ്കിൽ മരുന്ന് വിതരണം ചെയ്തതിൻ്റെ പണം നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 8 മാസത്തെ 180 കോടി രൂപയാണ് മരുന്ന് വിതരണ കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഇവർ തുക അനുവദിക്കണമെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ജില്ലാ കളക്ടർക്കുമൊക്കെ പരാതി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ മരുന്ന് വിതരണ കമ്പനിക്കാർക്കുള്ള കുടിശ്ശിക ഈ പറഞ്ഞ 180 കോടി രൂപ നൽകാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ മാസം മാർച്ച് 10 മുതൽ ഇവർ ഈ ആശുപത്രിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മരുന്ന് വിതരണം നിർത്തിവെക്കും എന്നാണ് ഈ കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. AKCDA എന്ന കമ്പനിക്ക് 50 കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. അതുപോലെ സ്റ്റെന്റ്, CVTS മുതലായ ഉപകരണങ്ങൾ നൽകുന്ന CDMID എന്ന കമ്പനിക്ക് ഏകദേശം 30 കോടി രൂപയോളവും സർക്കാർ നൽകാനുണ്ട്. ഈ രീതിയിൽ 8 മാസത്തെ കുടിശ്ശിക 180 കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. ഈ സാധാരണക്കാരായ ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. നമുക്കറിയാം, ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. 8 മാസത്തോളം കുടിശ്ശിക ഉണ്ടാവുന്ന സാഹചര്യത്തിൽ സാധാരണ രീതിയിൽ ഈ തരത്തിൽ മരുന്ന് വിതരണക്കാർ ഈ മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്നും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും തിരിച്ചറിയാത്തൊരു സർക്കാരൊന്നുമല്ല ഭരിക്കുന്നത്. എന്നിട്ട് കൂടിയും അതിനെ ആ രീതിയിൽ ലാഘവത്തോടു കൂടിയിട്ടാണ് സർക്കാർ നോക്കിക്കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 8 മാസത്തോളം ഇത്രയധികം രൂപ കുടിശ്ശികയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ അവർക്ക് മരുന്ന് ലഭിക്കാനുള്ള സാഹചര്യം അടയുമെന്ന് സർക്കാരിന് നേരത്തെ തന്നെ ബോധ്യമുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ മരുന്ന് വിതരണ കമ്പനികൾക്ക് മരുന്ന് നൽകാത്തത് എന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരും തയ്യാറായിട്ടില്ല. കാരുണ്യ പദ്ധതിയിലും ബെനഫലന്റ് ഫണ്ട് പദ്ധതിയിലും ഒക്കെ ഉൾപ്പെടുത്തി മരുന്ന് വിതരണം നൽകിയിട്ടുള്ള അതിന്റെ കുടിശ്ശികയാണ് സർക്കാർ ഇവർക്ക് നൽകാനുള്ളത്. എന്നാൽ ഏത് ദിവസം ഈ തുക നൽകും എന്നതിനെ സംബന്ധിച്ചും ഈ മരുന്ന് വിതരണക്കാർ ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കോ നൽകിയിട്ടുള്ള പരാതിയിൽ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മാർച്ച് 10 കൂടി അല്ലെങ്കിൽ ഈ വരുന്ന ഒരു 10 ദിവസത്തിനകം ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മരുന്ന് വിതരണക്കാർ ഈ മരുന്ന് വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശിക ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കമ്പനികളും അനുഭവിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിതരണം നിർത്തിവെക്കാൻ. അതായത് ഈ വിതരണക്കാർ പലവട്ടം സർക്കാരിൽ ഇക്കാര്യം അറിയിച്ചിട്ട് പോലും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല. രോഗികളാണ് ഇത് വലിയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ സർക്കാർ ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും ഈ ചികിത്സ? അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ ആശ്രയിക്കുന്നവരുടെ കാര്യം നമുക്കറിയാം. സാധാരണക്കാരായ ആളുകളാണ് ആശ്രയിക്കുന്നത്. ഈ കാരുണ്യ അതുപോലത്തുള്ള മറ്റു പദ്ധതികൾ വഴി കിട്ടുന്ന മരുന്ന് ലഭിക്കുമെന്ന് പറയുന്നു. അവിടെ പല മരുന്നുകളുമില്ല. പല വില കൂടിയ മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യമാണ് കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിയിലേക്ക് തന്നെയല്ലേ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതും? അതെ, ഒരു മാസം മുമ്പ് ഈ ബീച്ച് ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലാണ് ജില്ലയിലെ സാധാരണക്കാരായ ഭൂരിപക്ഷം ആളുകളും എത്തുന്നത്. കാരണം മറ്റു സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ മലയാളികളായിട്ടുള്ള ജനങ്ങൾക്ക് ഈ സ്ഥിതിയിൽ എത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ബീച്ച് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സാധാരണപ്പെട്ട ആളുകൾ എത്തുന്നത്. അവിടെ മരുന്നില്ല എന്നത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ 2 മാസമായി നമ്മൾ തുടർച്ചയായിട്ട് വാർത്ത നൽകുകയുണ്ടായി. ഈ ബീച്ച് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി
മുഖ്യമന്ത്രി എല്ലാ ആശുപത്രിയിലും മരുന്നുണ്ട്, മാധ്യമങ്ങൾ നുണ പറയുകയാണ് എന്ന രീതിയിൽ നിയമസഭയ്ക്കത് ഒരു പ്രതികരണം നടത്തിയപ്പോൾ നമ്മൾ നേരിട്ട് ബീച്ച് ആശുപത്രിയിലെത്തി അവിടെ നിന്ന് മരുന്ന് വാങ്ങുന്ന രോഗികളുടെ ബൈറ്റ് എടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 10-11 ആളുകൾ കണ്ട സമയത്ത് 7-8 ആളുകളൊക്കെ ഞങ്ങൾക്ക് മരുന്ന് ലഭിച്ചില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങൂ എന്ന തരത്തിലുള്ള റെഫർ ചെയ്തു എന്ന വിവരങ്ങളാണ് അവർ നേരിട്ട് നമ്മുടെ ക്യാമറയിൽ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള മരുന്നും ഇത് അടുത്ത ദിവസം തൊട്ട് തന്നെ നിലയ്ക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിലും ബെനഫലന്റ് ഫണ്ട് പദ്ധതിയിലും ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ള മരുന്നിന്റെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. അതായത് സർക്കാരിന്റെ പദ്ധതികളാണ്, സൗജന്യമായി മരുന്ന് നൽകാനുള്ള സർക്കാരിന്റെ പദ്ധതികളാണ് ഇതൊക്കെ. ഇതിനെ മരുന്ന് വിതരണക്കാരോട് ഇതിന്റെ മരുന്ന് വിതരണം ചെയ്യാൻ വിവിധ കമ്പനികളെ ഏർപ്പെടുത്തി ആ മരുന്ന് സമാഹരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തരത്തിൽ 8 മാസത്തോളം അല്ലെങ്കിൽ 9 മാസത്തോളം കുടിശ്ശികയാവുന്ന സാഹചര്യം ഒന്നും ഈ അടുത്ത കാലത്തുണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജ് ആശുപത്രി. അതേസമയം ബീച്ച് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യവും സാധ്യതകളും ഉണ്ടായിരുന്നു. ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് കണ്ടതാണ്. ഈ വിവിധ രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പ്രതിഷേധവും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടേക്ക് പോകുമ്പോഴും ഇതിനൊരു വ്യക്തമായ മറുപടി നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. സർക്കാരിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി സർക്കാർ പല പദ്ധതികളും നവകേരള യാത്ര സദസ്സുമായി ബന്ധപ്പെട്ട യാത്രകളൊക്കെ നമ്മൾ കണ്ടതാണ്. കോടികൾ ദൂർത്തടിക്കുമ്പോഴും ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അത്യാവശ്യ മരുന്ന് വിതരണ കമ്പനികൾക്ക് മരുന്ന് നൽകാനോ അല്ലെങ്കിൽ യഥാസമയം രോഗികൾക്ക് മരുന്ന് ലഭ്യമാകുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ് എന്ന് പറയുമ്പോഴും പല വീഴ്ചകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മരുന്ന് പോലും ഇല്ല. മരുന്ന് വിതരണം നിലയ്ക്കുന്ന അവസ്ഥ സാധാരണക്കാരായ ജനങ്ങളെ അടക്കം ബുദ്ധിമുട്ടിലാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. മാസങ്ങളായിട്ട് കുടിശ്ശിക വന്നതോടുകൂടിയാണ് വിതരണക്കാർ മരുന്ന് നൽകാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. സർക്കാരിലേക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ട് പോലും ഇതിനൊരു നടപടി എടുത്തിട്ടില്ല എന്നും പറയുന്നു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.